പുളിവേലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ വിചാരിക്കും ചിലതൊക്കെ യാദൃച്ഛികമാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് കോയിൻസിഡന്റൽ. ഐ ജസ്റ്റ് താങ്ക് ഗാഡ് ഫോർ ദിസ് ഗ്രേറ്റ് മാൻ ഓഫ് ഗാഡ്. ആ കുടുംബം കർത്താവിന് വേണ്ടി വളരെ അവരുടെ ചെറുപ്പകാലം മുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് ചർച്ചകൂടലെ he have served in various capacities. പല ഏരിയയിലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും അതുപോലെ തന്നെ കൗൺസിലിലും ഒക്കെ ശക്തമായി പ്രയോജനപ്പെട്ടതാണ്. ദൈവദാസനും സൗദിയിലായിരുന്നു. അവർ കർത്താവിന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞ് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. അതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ തലമുറകളൊക്കെ കർത്താവിനെ സെർവ് ചെയ്യുവാണ്. ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് ജോയ് ടു ഇൻട്രൊഡ്യൂസ് ദൈവദാസനെയും കുടുംബത്തെയും ഇന്ന് രാത്രി കിട്ടിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അവരിൽ കൂടിയുള്ള നമുക്ക് അവരിൽ നിന്ന് കേൾക്കാം, ദൈവവചനത്തിൽ കൂടി കേൾക്കാം. ആമേൻ. എല്ലാം അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവിന്റെ ദാസനെ കുടുംബമായി ക്ഷണിക്കുന്നു. Thank you, Lord. Unmute. Praise the Lord. Praise God. Praise the Lord. Praise God. Yes, yes. സ്വർഗീയ രാജാതിരാജാവിന്റെ മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ ഇങ്ങോട്ട് ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ സംബന്ധിപ്പാൻ അല്പസമയം ദൈവനെ ഷെയർ ചെയ്യുവാനൊക്കെ ലഭിച്ച സന്ദർഭം ഏറ്റവും ഭാഗ്യകരമായി ഞാൻ എണ്ണുകയാണ്. യാദൃശ്യം നമ്മൾ ചിന്തിക്കുമെങ്കിൽ ഒന്നും യാദൃശ്യമല്ല, എല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയാകിയാൽ ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് രാത്രി സൂക്ഷിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ക്രിസ്തു ഞങ്ങളൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ശക്ത ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന് വിലപ്പെട്ട അഭിഷക്ത ഡോക്ടർ ജോളി ജോസഫ് താടാമ്പള്ളം, ആ കുടുംബം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഇപ്പോൾ ഞാൻ ആ ഭവനത്തിൽ അതിഥിയായിട്ട് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എനിക്ക് സന്തോഷമുണ്ട്. ഒരു സണ്ണിച്ചാൻ ഇവിടെ ഉണ്ട്. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ വേൾഡ് ക്രിസ്ത്യൻ പ്രയർ എന്ന ഈ വലിയ സംരംഭം ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, സുവിശേഷ വേലകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹം അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിലെ എല്ലാ അംഗങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടാവാൻ കാരണമായി തീർന്ന ക്രിസ്തുവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ജോൺ ഐസക് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അപ്പോൾ തന്നെ ലീഡ് ചെയ്യുന്ന ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വ്യക്തിപരമായും കുടുംബമായും തലമുറയായും അനുഗ്രഹിക്കട്ടെ. കർത്താവ് രാജ്യത്തിന് വേണ്ടി നിങ്ങളെല്ലാം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി ഞാൻ നിങ്ങളെ ഓർപ്പിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ള ആയുധം പ്രാർത്ഥനയാണ്. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. രാത്രിയിലും ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് മല്ലുപിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ ഭംഗിയായി നിർവഹിക്കുക. എൻ്റെതായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങളുടെ കുടുംബത്തിനും തലമുറകൾക്കും, നിങ്ങളായിരിക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്നുള്ളതിന് സംശയമില്ല. ദൈവം അങ്ങനെ ചെയ്യും. അനുഭവക്കാരനാണ് ഞാൻ. എൻ്റെ സാക്ഷ്യം പറയാനുള്ള ഒത്തിരി സമയം എടുക്കുമെങ്കിലും ഷോർട്ടായിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനുമുമ്പായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു ദൈവത്തിൻ്റെ വചനം ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്യനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വളരെ മനോഹരമായ ഒരു ദൈവിക ആത്മീയ മർമ്മമാണ്, സ്വർഗീയ മർമ്മമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തമായി എന്നെ കാണിച്ചു തന്ന, എന്നെ ഓർമ്മിപ്പിച്ചൊരു വചനമാണ്. അതിലിങ്ങനെ വായിക്കുന്നു. എന്നാൽ ദൈവം മൂലം വായിക്കാൻ ആളുണ്ടോ? വായിച്ചോ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തിനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, ദൈവം എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ വെറും മെറ്റീരിയൽ പ്രോസ്പെരിറ്റി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവികമായ സമാധാനം, ദൈവികമായ സന്തോഷം, അതിനപ്പുറമായ ഒരു സ്വർഗീയമായ പ്രത്യാശ തന്ന്
ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ സാക്ഷ്യം ചുരുക്കമായ വാക്കുകൾ പറയട്ടെ. ദീർഘമായ സാക്ഷ്യമാണ് എൻ്റേത്. എനിക്കൊരു AD ഒരു BC ഉണ്ട്. രക്ഷിക്കപ്പെടാത്തൊരു കാലമുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞൊരു കാലമുണ്ട്. വൈസലോ എല്ലാം പറയാൻ പോയി അതിനുള്ള സന്ദർഭമല്ലെന്ന് എനിക്കറിയാം. ഇത് പ്രാർത്ഥനാ മീറ്റിംഗ് ആണ്, അതുകൊണ്ട് അതിനുള്ള സന്ദർഭമല്ല. എങ്കിലും നിങ്ങൾക്കൊരു ആവേശം ലഭിക്കാൻ നിങ്ങൾക്കൊരു സ്വത്രം ധൈര്യം ലഭിക്കാൻ തക്കൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രി ഞാൻ ചുരുക്കമായ വാക്കുകളിൽ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു സമുദായ ബാക്ക്ഗ്രൗണ്ട് ജനിച്ചൊരു വ്യക്തിയാണ്. സൗദി അറേബ്യയിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒട്ടും അമാന്തിച്ചില്ല. അപ്പോൾ തന്നെ നല്ല നിലവാരത്തിരുന്നൊരു ജോലി രാജിവെച്ച് നാട്ടിൽ വന്ന് കർത്താവിൻ്റെ വേലയിൽ ഫുൾ ടൈം ശുഷ്കാന്തിയോടെ ഇറങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ ചർച്ചകോട് പ്രസ്ഥാനത്തിൻ്റെ അംഗീകൃത പാസ്റ്ററായി തീരുവാൻ എനിക്ക് അവസരം നൽകി. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു വലിയ ആവേശം, വീണ്ടും ഞാൻ രക്ഷിക്കപ്പെട്ട, ഞാൻ വീണ്ടും ജനിച്ച സൗദി അറേബ്യയെക്കുറിച്ചുള്ള ആവേശം നിമിത്തം വീണ്ടും ഞാൻ 1997 ഒരു മിഷണറിയായി അവിടേക്ക് പോകാനിടയായി. അവിടെ പോയി സഭകൾ ആരംഭിച്ചു, പ്രസ്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അനേകം രക്ഷിക്കപ്പെടാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ സമുദായ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇവൻ ഹൈന്ദവ മാർഗങ്ങളിൽ നിന്നൊക്കെ വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചു. വലിയ ഞങ്ങളെ ഉറ്റുകൊടുത്തു. കൂട്ടായ്മ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വൈസലോ അതിനെ ഒന്നും വിശദീകരിക്കാൻ മുമ്പിൽ നേരമില്ലല്ലോ. 1, 2, 3 വട്ടം ഒരേ സ്ഥലത്ത് 1999 പിന്നെ 2000 2003 അങ്ങനെ 3 പ്രാവശ്യം കൂട്ടായ്മ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2003 അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ആഭ്യന്തരമന്ത്രി ഞങ്ങളുടെ പേര് കേസെടുത്തു. അദ്ദേഹം കുർദ്ധിതനായി, കോപിഷ്ഠനായി. കാരണം ചരിത്രത്തെ ആദ്യ സംഭവമാണ് സൗദി അറേബ്യയിലെ ഒരേ കൂട്ടായ്മ 3 പ്രാവശ്യം പിടിക്കുന്നത്. അവരുടെ പാഠപുസ്തകം കണ്ടാൽ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചില്ല. പൈസ കയറ്റി വിടുന്ന ഒരു കാലഘട്ടത്തിൽ 3 പ്രാവശ്യം ഒരേ കൂട്ടായ്മ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവർക്ക് വലിയ ദേഷ്യമായിട്ട് ഒരു കേസെടുത്തു. മോസ്റ്റ് വാണ്ടഡ് പ്രതികളായി ഞങ്ങളെ കേസെടുത്തു. അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ അക്കാമെല്ലാം വിസ പോയി, ലൈസൻസ് പോയി. ഞങ്ങൾ റിയാദിലെ ഒളിവിൽ പാർക്കാനിടയായി തീർന്നു. 1.5 വർഷം റിയാദിൽ ഒളിച്ചു കഴിഞ്ഞ ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ കാറ് ഒരു ആക്സിഡന്റിലായപ്പോൾ പോലീസ് വന്നു. എൻ്റെ ഐഡന്റിഫിക്കേഷൻ ചോദിച്ചു. എൻ്റെ വിസ കാണിച്ചപ്പോൾ അത് കമ്പ്യൂട്ടറിൽ നമ്പർ അടിക്കുമ്പോൾ കമ്പ്യൂട്ടർ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. വാണ്ടഡ്, പിടികിട്ടാപ്പള്ളി. സൗദി അറേബ്യ നിമിഷനേരം കൊണ്ട് ഹോസ്പിറ്റലിലെ പട്ടാളവും പോലീസും വളഞ്ഞു. എന്നെ കൊണ്ടുപോയി. ആക്സിഡന്റ് വൈഫിൻ്റെ കയ്യ് ടെൻഡറെല്ലാം മുറിഞ്ഞ് വലിയ ബുദ്ധിമുട്ടുണ്ടായി. നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തില്ല. അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. വേദന കൊണ്ട് പിളയുന്ന സാഹചര്യം. ഞാൻ ജയിലിൽ 2 കുഞ്ഞുങ്ങളും ഞാനും വൈഫായിട്ടാണ് ഒളിവിൽ കഴിയുന്നത്. കറുത്തവർഗ്ഗക്കാരുടെ ഒരു ചേരിയിൽ ഒളിച്ചു കഴിയുകയാണ്. മക്കളെ ജയിലടയ്ക്കപ്പെട്ടു. ഒരു വിധത്തിലും റിലീസ് ഇല്ലാത്തൊരു സാഹചര്യം വന്നു. ദിവസങ്ങൾ കടന്നുപോയി. വൈഫ് അന്ന് റിയാദിന്റെ ഗവർണറെ പോയി കണ്ടു. ആ ഗവർണറാണ് ഇപ്പോഴത്തെ സൗദിയിലെ രാജാവ് സൽമാൻ രാജകുമാരൻ. അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിച്ചു. എന്നാൽ ആഭ്യന്തരമന്ത്രി നൈഫ് രാജകുമാരൻ വളരെ ക്രൂരനായ ഒരു മനുഷ്യൻ. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കരുത്തുറ്റൊരു നേതാവുമാണ്. അദ്ദേഹം അതിന് ഞങ്ങളെ റിലീസ് അനുവദിച്ചില്ല. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ഇടപെട്ടിട്ടും അന്ന് റിലീസ് കിട്ടിയില്ല. വല്ലാത്ത ബുദ്ധിമുട്ടോടെ കടന്നുപോയി. ദിവസങ്ങൾ കടന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഒരിക്കൽ പോലും ഞാൻ ദൈവത്തോട് എനിക്കിങ്ങനെ എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചിട്ടില്ല. കാരണം എൻ്റെ ഉള്ളിൽ എന്തോ ഒരു സമാധാനം, എന്തോ ഉള്ളിലൊരു സന്തോഷം, ഒരു ഭാഗ്യമായി ഞാൻ എണ്ണി. രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ക്രിസ്തുയേശുവിനുള്ള കഷ്ടം അത് ഭാഗ്യകരമാണ്, അത് ലാഭകരമാണ്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഈ ലോകത്തിലെ കഷ്ടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നാം സഹിക്കുന്ന കഷ്ടം. ഒരാൾ സുവിശേഷം പറയുമ്പോൾ ഒരാൾ നിന്നെ നിന്ദിച്ചാൽ, ഒരു ട്രാക്ട് കൊടുക്കുമ്പോൾ അവർ നിന്നെ ഉപദ്രവിച്ചാൽ, കർത്താവിന് വേണ്ടി സഹിക്കുന്ന ഒരു കഷ്ടം പോലും നമുക്ക് നഷ്ടമായി തീരത്തില്ല. അതൊക്കെ ലാഭകരമായി തീരും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തലൻ. അടിക്കിട്ട് പോലും ആർക്കും കിട്ടില്ല. നമുക്കറിയാം, ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ കോലുകൊണ്ട് അടിച്ച് ചതച്ച് തീർന്നില്ല. ചന്തസ്ഥലത്തോടെ തലയിലിട്ട് വലിച്ചു കൊണ്ടുപോയി ദേഹമെല്ലാം കീറി അതിശേഷം കൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് ആ മുറിവെല്ലാം പഴുത്ത് വേദന അനുഭവിച്ച ഒരു പൗലോസ് എവിടെ പ്രസംഗിക്കാൻ പോയാലും കവറല്ല കിട്ടുന്നത്, സ്വത്രാഴ്ചയല്ല കിട്ടുന്നത്, അടിയാ കിട്ടുന്നത്. ഒരുപാട് കഷ്ടം സഹിച്ചൊരു മനുഷ്യൻ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഒരു രോഗിയായിട്ടല്ല മരിച്ചത്. പൗലോസ് നല്ല ആരോഗ്യവാനായി തൻ്റെ ദൗത്യം തീർത്തിട്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ താൻ വിളിച്ചു പറയുന്നു, നല്ല പോർ വരുതി, നല്ല ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു, ജീവന്റെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ ഓടുന്ന സകലർക്കും വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവിന് വേണ്ടി കഷ്ടം ചെയ്തിട്ട് ആരും രോഗിയായി തീർന്നിട്ടില്ല. കർത്താവിന് വേണ്ടി ചെലവഴിച്ചിട്ട് ആരും ദരിദ്രനായി തീർന്നിട്ടില്ല.
നിരാത്തിൽ അഭിമാനത്തോടെ ഓർപ്പിക്കട്ടെ, കർത്താവിന് എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അതുപോലെ വേറെ ഒരു ഭാഗ്യമില്ല. ആമേ, ആ ഒരു ദൗത്യം നിങ്ങൾ കൈമാറുക. ദൈവം നിങ്ങൾക്ക് ഒരുപാട് താലം തന്നിട്ടുണ്ട്. എല്ലാവർക്കും അവരുടെ താലം, പാടുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, പ്രാർത്ഥിപ്പാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, വചനം പറയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരാൾ സുവിശേഷം പറയാനുള്ള പ്രാപ്തി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, സാമ്പത്തിക നന്മ ദൈവം തന്നിട്ടുണ്ട്, ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ഇതൊക്കെ ദൈവം തന്ന താലെന്താണ്? അത് കുഴിച്ചിടരുത്, കഴിവത്തെയും വ്യാപാരം ചെയ്യണം. സ്തോത്രം. താലന്തുകൾ വ്യാപാരം ചെയ്യുന്നവരെയാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ആ സമയം ആ കർത്താവിന്റെ വരവിക്കൽ വിളി കേൾക്കാൻ കഴിയും. ഒരിക്കൽ പോലും ദൈവം തന്ന നന്മകൾ നാം കുഴിച്ചിടരുത്, പരമാവധി വ്യാപാരം ചെയ്യാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സമയം പരിമിതമാണ്, ഓടിപ്പോകട്ടെ. കൃപയാല് കർത്താവിനോട് കഷ്ടം സഹിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അകത്തളത്തിൽ ജയിലുകളിൽ കിടക്കുകയാണ്. ദിവസം കടന്നുപോയി. എൻ്റെ മുടിയെല്ലാം വളർന്നു, താടിയെല്ലാം വളർന്നു, കുളിച്ചിട്ട് നാളുകളായി. സൗദിയിലെ ജയിൽ എന്ന് പറഞ്ഞാൽ കാരാഗ്രഹമാണ്, കഠിന കാരാഗ്രഹമാണ്. ചില സുഷിരങ്ങളുടെ വെളിച്ചം വരുന്നതല്ലാതെ അതിനകത്ത് വെളിച്ചമില്ല. ഭക്ഷണം പോലും പ്രോപ്പറായിട്ടൊന്നുമില്ല. കൂട്ടത്തിൽ ഒന്നിച്ചു കൊണ്ടുവയ്ക്കും, നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു പോകുമ്പോൾ എനിക്കൊരു അറിവ് കിട്ടി. അന്നൊരു അവധി ദിവസമാണ്. അവധി ദിവസം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച് ഈ വേഷത്തിൽ എന്നെ എൻ്റെ പഴയ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി വിസ്തരിക്കാൻ കൊണ്ടുപോകും. അതൊരു സങ്കടമായിട്ട് എനിക്ക് തോന്നി, അല്പം ഭാരമായി എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ദൈവത്തോടൊന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇതുവരെ പ്രവർത്തിട്ടില്ലല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിച്ചിട്ടില്ല, അവർക്ക് പഠിക്കാനുള്ള സാഹചര്യമല്ല ഉള്ളത്. കാരണം ഒളിവില്ല എപ്പോഴും. അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, അവർ പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, 1.5 വർഷം റിയാദിൽ ഒളിവിൽ കഴിയുമ്പോൾ ജോലിയില്ല, 1 രൂപ വരുമാനമില്ല, ഒന്നുമില്ല. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയ ദൈവം ഞങ്ങളെയും പോറ്റി. അത്ഭുതമായ അതൊക്കെ സാക്ഷിയൊക്കെ പറയാം, ഒത്തിരി അത്ഭുതമാണ്. ദൈവം തന്ന ഓരോ വിടുതലുകളും വളരെ 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 അത്ഭുതമാണ്. സ്തോത്രം. ദൈവം എങ്ങനെയൊക്കെയോ നമ്മളെ മാനിച്ച് മുന്നോട്ട് കൊണ്ടുപോയെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. എന്നാൽ ഈ വാർത്ത കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. കാരണം എന്നെ ഈ വേഷത്തിൽ, മാന്യനായ എന്നെ എൻ്റെ പഴയ സ്ഥലത്തൊക്കെ വികൃതമായ വേഷത്തിൽ കൊണ്ടുവന്ന ആ ഒരു രംഗം എനിക്ക് അല്പം വേദന തോന്നി. എനിക്ക് കർത്താവേ, അടുത്ത ദിവസങ്ങൾ നടക്കാൻ പോകുന്നത് എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഞാൻ അത്ഭുതം പറയട്ടെ, അന്നൊരു അവധി ദിവസമാണ്. അവധി ദിവസം ആർക്കും ജാമ്യം കിട്ടത്തില്ല, കാരണം കോടതി വർക്ക് ചെയ്യത്തില്ലല്ലോ. 2, വൈകിട്ട് അതിൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് പോലും ജാമ്യം കിട്ടത്തില്ല, ആർക്കും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയത്തില്ല. എന്നാൽ ഓഫീസ് ടൈം കഴിയുന്ന മാത്രമല്ല, അന്ന് അവധി ദിവസമാണ്, അന്ന് കോടതിയില്ല, അന്നൊരു ഓഫീസും വർക്ക് ചെയ്യത്തില്ല. എന്നാൽ അവധി ദിവസം രാത്രി 9 മണിക്ക് നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ദൈവങ്ങളെ, നമുക്ക് നിയമമല്ല, നമുക്ക് ദൈവത്തിന്റെ നിയമം മാതകം. ഈ ലോകത്തിന്റെ നിയമങ്ങളൊക്കെ കർത്താവിന്റെ കയ്യിൽ സ്തോത്രം നിർച്ചാട്ടം പോലെ. നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാൽ, ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ, ഈ ലോകത്തിലെ യാതൊരു സംവിധാനവും അതിന് തടസ്സമല്ല. ഏത് സംവിധാനത്തെ ഉപയോഗിക്കാൻ നമ്മുടെ ദൈവത്തിന് അറിയാം. ഫറവോന്റെ കൊട്ടാരത്തിൽ മോശയെ വളർത്തിയെടുത്ത് ഒരു ജനതയുടെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, കാലഘട്ടത്തിൽ ചരിത്രം പഠിക്കുന്നതൊക്കെ അറിയാം, പഴയ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. ഓരോ സംഭവങ്ങൾ എടുത്ത് നോക്കി അതിന്റെ ആ ഇൻസിഡന്റ് എല്ലാം പറഞ്ഞ് ദൈവത്തിന്റെ വലിയൊരു പ്ലാൻ കാണാം. അത് മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ലോകചരിത്രം മൊത്തം രേഖപ്പെടുത്തിയ പുസ്തകമല്ല വിശുദ്ധ വേദപുസ്തകം. മറിച്ച് ദൈവം തന്നെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ അത് മാത്രം വിവരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ഓരോ സന്ദർഭം എടുത്ത് നോക്കൂ. എക്കാലത്തും എപ്പോഴും തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി അത്ഭുതം ചെന്നിട്ട് സ്വർഗത്തിലെ ദൈവം അന്ന് രാത്രി 9 മണിക്ക് എന്നെ റിലീസ് ചെയ്തു. അതിനും എൻ്റെ വൈഫ് ഗവർണറെ പോയി കണ്ടിരുന്നു, സാധിച്ചില്ല. ഒരുപാട് പേരൊക്കെ ശ്രമിച്ചു നോക്കി, നടന്നില്ല. അമേരിക്കൻ പക്ഷെ ഇടപെട്ട് നടന്നില്ല. എന്നാ സൗദിയിലെ രാജാവിന്റെ മകൻ പറഞ്ഞത്, ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത് കാരണം മതപരമായ കേസാണ്, റിലീജിയസ് കേസാണ്. ഈ മനുഷ്യൻ കാസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, പള്ളി പണിതു, ആൾക്കാരെ മതം മാറ്റുന്നു, ഒരുപാട് ചാർജായി എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യത്തിൽ ഒരു റെക്കമെൻഡേഷൻ കൂടാതെ, ഒരു ജാമ്യം കൂടാതെ അത്ഭുതമായ ദൈവം പുറത്തു വന്നെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് താങ്ങാവുന്നതിനപ്പുറമായ ഒരു പരീക്ഷ ദൈവം തരത്തില്ല. പത്രോസിന്റെ കരുത്ത്, പൗലോസിന്റെ കരുത്ത്, ഇന്ന് ഇരിക്കുന്ന പാവപ്പെട്ട തോമസിന്റെ കരുത്ത് ദൈവത്തിന് അറിയാം. ഹലോ, സന്തോഷത്തോടെ കർത്താവിന് മുഖത്ത് കൊടുത്താട്ട്. ദൈവം തരത്തില്ല. പരീക്ഷയുടെ നീക്കുപോക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് സംസാരിക്കുമ്പോൾ അഭിമാനത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടം സഹിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു, ഒത്തിരി. അതിന്റെ റിസൾട്ട് ദൈവം നൽകി. ദൈവസഭയിലെ ഒരു അനുഗ്രഹ സൂക്ഷനായി സേവനം ചെയ്യാൻ ദൈവം എന്നോട് എനിക്ക് അവസരം ഒരുക്കി. വീണ്ടും
ഒരുപാട് സെന്ററുകളിൽ അങ്ങ് കാണാം. തിരുവനന്തപുരം കാട്ടാക്കട മുതൽ ഹൈറേഞ്ചിലെ കട്ടപ്പന വരെ സെൻട്രൽ പാസ്സായിട്ട് ഇരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ചർച്ച് കോൾ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കൗൺസിലിൽ വർഷങ്ങളോളം ഇരിപ്പാൻ ദൈവം അവസരം നൽകി. അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിപ്പാൻ ദൈവം, സ്റ്റേറ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിപ്പാൻ ദൈവം അവസരം നൽകി. അഖിലേന്ത്യാ ബോർഡിൽ അമ്മയെ പൈസലോ ലോക നേതാക്കന്മാരോടൊപ്പം ഇരിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഇതൊന്നും പാരമ്പര്യം കൊണ്ടോ പുകഴ്ച കൊണ്ടോ കഴിവുകൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നുമല്ല. കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചതിന്റെ ദൈവത്തിന്റെ നീതിയാണ്. രാത്രി അതേ അഭിമാനബോധത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നും കർത്താവിന്റെ കഷ്ടം സഹിക്കാൻ എനിക്ക് മടിയില്ല. ഈ സ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഒരു അമ്മയെ സ്തോത്രം അമ്മയെ തൽക്കാലം അമ്മ നിർത്തിവെച്ചുകൊണ്ട് കടക്കേണ്ടിലേക്കാണ് മൂവ് ചെയ്തു. കാരണം ആദ്യം എൻ്റെ മോനോടേക്ക് പോയി. മക്കൾ രണ്ടുപേരും കർത്താവിന്റെ വേലയിലാണ്. കാരണം അവർക്ക് ലഭിച്ച ഇൻസ്പിറേഷൻ, അമ്മേൻ അവർക്ക് ലഭിച്ചതായ ആ ദൈവസ്നേഹം അവരെ അമ്മ പ്രേരിപ്പിച്ചു. രണ്ടുപേരും കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. മൂത്തമോൻ എംടെക് പെട്രോളിയം കഴിഞ്ഞ് പെട്രോളിയം എഞ്ചിനീയറായി റിലയൻസ്, ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ആയ റിലയൻസിൽ എക്സിക്യൂട്ടീവായി നല്ല നിലവാരത്തിൽ ജോലി ചെയ്യുമ്പോൾ കർത്താവിന് വിളി കേട്ടിട്ട് ജോലി മുഴുവൻ രാജിവെച്ച്, അവൻ്റെ ഭാര്യ പ്രിൻസിപ്പലായിരുന്നു, അവളും ജോലി രാജിവെച്ച് രണ്ടുപേരും കൂടെ വടക്കേന്ത്യയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ച് എവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന നിയോഗമാണ് നേപ്പാളിന്റെ ബോർഡർ, സിക്കിമിന്റെ ബോർഡർ, ബംഗാളിന്റെ ലാസ്റ്റ് സിലിഗുരി, ജൽപായ്ഗുരി എന്ന സ്ഥലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വീടെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് നേപ്പാളിൽ, സിക്കിമില്, ബംഗാളില്, ബീഹാറിലൊക്കെ ആദിവാസികളുടെ ഇടയിൽ പല പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ദൈവം വലിയൊരു അവസരം ദൈവം ഒരുക്കി നൽകി. ഈ അടുത്ത കാലത്തായിട്ട് റെഡ് ഷീറ്റ് എന്നൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ട്. ബോംബെയിലൊക്കെ ഉണ്ട്, ജൽപായ്ഗുരിയിൽ അങ്ങനെ സ്ഥലമുണ്ട്. തലമുറയായി സൗകര്യമാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തലമുറകൾ നഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് അവരെ പുറയിൽ ലാഭേച്ഛയുള്ള കുറെ ആളുകളുമുണ്ട്. അവരുടെ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റില്ല. എന്നാൽ ഒരു മെഡിക്കൽ ടീമിന്റെ കെയർ അതിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് ദൈവം ഒരു അവസരം നൽകി. അതിലൊന്നുണ്ട് സൗകര്യമാർ താല്പര്യം കാണിച്ചു. ഞങ്ങൾ അവരെ അടുത്ത് ട്രെയിൻ ചെയ്തു. ആഴ്ചയിൽ അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ആ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി അവർക്ക് പാട്ടുകൾ പറഞ്ഞു കൊടുക്കുകയും ക്ലാസ് എടുക്കുകയും അവരെ ഒരു റിഫോർമേഷന്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ ദൈവം ഭാഗ്യം നൽകി. ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ദൈവത്തിന് വലിയ നിയോഗമാണ്. കാരണം തലമുറയായി നഷ്ടപ്പെടുന്ന ഒരു സമൂഹം. 15-16 വയസ്സാകുമ്പോൾ ഈ അമ്മമാർ കുഞ്ഞുങ്ങളെ വിൽക്കുക. ഓരോ കുഞ്ഞും വളരുന്നത് അവർ ഒരു ലക്ഷ്യമില്ലാതെ അവർക്കറിയാം ഒരു പ്രായമാകുമ്പോൾ ഞങ്ങളുടെ അമ്മ വിറ്റ് കാശ് വാങ്ങിക്കും. ഞങ്ങളും ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറുമെന്നുള്ള ഭയത്തോടെ ജീവിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കടന്നു ചെന്നവർക്ക് വെളിച്ചം കൊടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകുന്നു. ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ നിയോഗമാണ്. നിങ്ങളുടെ പ്രാർത്ഥന വലിയ എടുക്കുന്നത്, വലിയ റിസ്ക്കാ. എന്നാൽ അമേസോത്ത് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ പുറകില് തടയാനൊക്കെ ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ നിയോഗത്തെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. ഓർത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറഞ്ഞതാ. ദൈവങ്ങളെ ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഞാൻ കഥവിന് വിട്ടുമ്പോഴാണ് കഥവ് തുറക്കുമ്പോൾ ആളെ തിരിച്ചറിയാത്ത രീതിയിൽ ആളെ വന്നിരിക്കുന്നു. അവർ ചോദിച്ചു, എങ്ങനെയാ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തത്? ഞാൻ പറഞ്ഞു, ദൈവം വിടുവിച്ചെന്നല്ല, എന്ന് പറയാനാ. മറ്റു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്ത നൈഫ് രാജകുമാരൻ, സൗദി അറേബ്യ കരുത്തനായ മന്ത്രി, ആഭ്യന്തരമന്ത്രി, അദ്ദേഹം സൗദിയിലെ രാജാവായി ഡെസിഗ്നേറ്റ് ചെയ്തു, തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹം സൗദിയിലെ രാജാവായില്ല. ഒരു 46-ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോയി. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഓർത്ത് സ്തോത്രം ചെയ്യുക. തീർന്നില്ല. ആ നൈഫ് രാജകുമാരന്റെ കൊച്ചുമക്കൾ ഇന്ന് കാരാഗ്രഹത്തിന് അകത്തളത്തിലാണ്. ഇപ്പോൾ അധികാരത്തിൽ സൽമാനും അദ്ദേഹത്തിന്റെ മകനും കൂടെ ആ കുടുംബത്തെ മുഴുവൻ ജയിലിൽ അടച്ചിരിക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്റെ രഹസ്യം. നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു. പ്രവാചക സക്കറിയ പ്രവചിച്ചൊരു പ്രവചനവാദികളെ ഞാൻ ഓർപ്പിച്ചത് അതിലിങ്ങനെയാണ് പറയുന്നത്, നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു. എന്നെ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മക്കളെ, നാം ആരാ? നാം ദൈവത്തിന്റെ കൺമണിയാ. ഇതിൽ കൂടുതൽ ഭാഗ്യം നമുക്ക് എന്താ? ഒരു ഭാഗത്ത് ദൈവത്തിന്റെ മക്കൾ നമ്മളെ സ്നേഹപൂർവ്വം വിളിക്കുമ്പോൾ തന്നെ കണ്ണിന്റെ കൺമണി പോലെ നമ്മളെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു വലിയ പിതാവ്, ഒരു സ്വർഗം നമുക്കുള്ള ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പാവപ്പെട്ട ഞങ്ങളെ ജയിലിലടച്ച് ബുദ്ധിമുട്ടിച്ചപ്പോൾ ആമേ സ്തോത്രം, അത് അവിടെ അവസാനിച്ചെന്ന് വല്ലതും ചിന്തിച്ചു. എന്നാൽ അവിടെ അവസാനിക്കത്തില്ല. ആമേ സ്തോത്രം. അത് കണ്ടിരിക്കുന്ന ദൈവത്തിന് ഒരിക്കലും ആമേ സ്തോത്രം താങ്ങാൻ കഴിയത്തില്ല. നിങ്ങൾക്കറിയാം, ദേവാനോസ് കല്ലേറ് കൊള്ളുമ്പോൾ പോലും കർത്താവ് കസാലിലിരിക്കായിരുന്നില്ല, കർത്താവ് എഴുന്നേറ്റു. സ്തോത്രം. രാത്രി നമ്മുടെ വേദന അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ ഭാരം അറിയുന്നൊരു ദൈവമുണ്ട്. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ സഹിക്കാൻ കഴിയുന്ന അപ്പുറത്തെ ഒരു പരീക്ഷ ദൈവം നമുക്ക് തരത്തില്ല.
പരീക്ഷയോടൊപ്പം നീക്കുവെക്ക് തരുന്ന ഒരു സ്നേഹവാനായ കർത്താവുള്ളതിനായി സ്തോത്രം. ധൈര്യപൂർവ്വം കർത്താവ് നമുക്ക് എന്ത് നിയോഗം തന്നാലും അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഭവിഷ്യത്ത് തീരുമാനിക്കുന്ന നമ്മളല്ല, ദൈവമാ. അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചിന്തിക്കേണ്ട, റിസൾട്ട് തീരുമാനിക്കുന്നത് ദൈവമാ. സ്തോത്രം. ആമേ. കണ്ണീരോടെ വിതയ്ക്കുക, ആർപ്പോടെ കൊയ്യും. ഫലം നമ്മൾ നോക്കണ്ട, യജമാനൻ കൊയ്തോളും. നമ്മൾ വിതച്ചാൽ മതി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കണ്ണീരോടെ വിതച്ചാൽ നിശ്ചയമായി കൊയ്ത്തുണ്ട്. കൊയ്ത്തിന്റെ യജമാനൻ നിശ്ചയമായി കൊയ്തിരിക്കും. നമ്മുടെ അധ്വാനം ഒന്നും വൃഥാവല്ല. ഒരു രാജ്യം പറഞ്ഞു നടക്കും, പ്രിയമുള്ളവരെ, ആമേ, നിങ്ങളുടെ അധ്വാനം ഒന്നും വ്യർത്ഥമല്ല, നമ്മുടെ പ്രയത്നം ഒന്നും വൃഥാവല്ല. കർത്താവിൽ എല്ലാം ഫലകരമാകിയാൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കും. ഞാൻ സാക്ഷിയോടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ആമേ, സ്തോത്രം. 4 പ്രാവശ്യം കർത്താവിന് വേണ്ടി ജയിലടയ്ക്കപ്പെട്ട ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് മറ്റു രാജ്യത്തല്ല, ചക്രവർത്തി ഭരിക്കുന്ന, രാജാവ് ഭരിക്കുന്ന ഒരു കിങ്ഡത്തിൽ ജയിലടയ്ക്കപ്പെട്ടിട്ടും ഒരു പോർ പോലും ഏൽക്കാതെ ഇന്ന് രാത്രി ദൈവം എന്നെ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം ജീവിക്കും. സ്തോത്രം. നാട്ടിലൊരു പിടികിട്ടാപ്പോൾ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ കേരളത്തിലായാൽ അമേരിക്കയിലായാൽ നിങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമോ? പുറത്തിറങ്ങാൻ പറ്റുമോ? ആമേ, പൈസലോ. ഒരു പരമാധികാരമുള്ള, എന്തിനും അധികാരമുള്ള രാജാവ് ഭരിക്കുന്ന രാജ്യത്ത് മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലായിട്ട് പോലും ദൈവം അത്ഭുതമായി വിടുവിച്ച് ഇന്ന് രാത്രിയിലും ഈ ദിവസങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അമേരിക്കയിലായിരിക്കും കർത്താവിനെ സഹായിച്ചു. ദൈവം ചോദിച്ചാൽ നാളെ രാവിലെ കാലിഫോർണിയയിലേക്ക് ഞാൻ പോകുന്നു. അവിടെ ചില മീറ്റിങ്ങുകളുണ്ട്. ആമേ, ഇന്ത്യയിലെ മിഷൻ ഓർത്തുകൾ പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ജനിച്ചു വളർന്ന ആമേ പ്രൈസലോ നമ്മുടെ ജന്മഭൂമിയായ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം കർത്താവിന് രാജ്യത്തെ ആവശ്യമുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടും. ഒരു സംശയമില്ല കാര്യത്തില്. ഏത് ഗവൺമെന്റ് വരുന്നു, ഏത് രാഷ്ട്രീയം ഭരിക്കുന്നു നമ്മുടെ വിഷയമല്ല. നല്ല ഉറപ്പാ. നിശ്ചയമായി ഇന്ത്യ ദൈവം തൊടും. ആമേ, താമസമിന ഇന്ത്യ യേശു ക്രിസ്തുവിന്റെ രാജ്യമായി തീരും. ആമേ, കർത്താവിനൊന്നും അസാധ്യമല്ല, ചെയ്യും. ഒരു സംശയമില്ല. കർത്താവിന്റെ പരിണാമം വാഴ്ത്തപ്പെടട്ടെ. ആമേ, സമയം തീരാൻ പോകുന്നല്ലോ. ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് വേഗം ഞാനൊന്ന് വരട്ടെ. ആമേ, സ്തോത്രം. വളരെ മനോഹരമായ ഒരു ചിന്തയാണ് ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകിയത്. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. സ്തോത്രം. ഇത് അബ്രഹാമിന് വേണ്ടിയല്ല, വാസ്തവത്തിൽ നമുക്ക് വേണ്ടിയാണ്. ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട്, ദൈവങ്ങളെ ഈ തിരുവെഴുത്ത് എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം തന്നെ ഉള്ളതാണ്. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ദൈവം ആദിയിൽ തന്നെ നിർമ്മിച്ച ഒരു സാധനമാണ് എന്റെ നിങ്ങളുടെ ഇരിക്കുന്ന ഈ തിരുവെഴുത്ത് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കും എന്നുള്ള തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, സകല ജാതികളും നീ മൂലം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. അങ്ങനെ വിശ്വാസികൾ, വാക്കുകൾ ശ്രദ്ധിക്കണം, ഡീപ് തിയോളജിയാണ്, ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അനുഗ്രഹം ദൈവമകൾക്കുണ്ടോ? അനുഗ്രഹം പഴയ നിയമത്തിലല്ല ഉള്ളൂ. അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? അബ്രഹാം പഴയ നിയമത്തിലെ ആളല്ലയോ? അല്ല. ഈ വാക്യം വചനം പഠിക്കാത്തതുകൊണ്ടായി സംശയം വരുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെ അല്ലല്ലോ. അങ്ങനെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഞാന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സകല ദൈവത്തിന്റെ മക്കളും വിശ്വാസികളാ. വിശ്വാസികളുടെ ദൈവത്തെ സ്തുതിച്ചേ. ഇതിനകത്തിരിക്കുന്ന ആർക്കും സംശയമില്ല ഞാൻ വിശ്വാസിയാന്നുള്ളത്. ആർക്കും സംശയമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം വിശ്വാസികളാ, ഞാനും വിശ്വാസിയാ. വിശ്വാസികൾ അബ്രഹാം മൂലം ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെടുന്നു. സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് പോട്ടെ. ആമേ, അതിന്റെ 1-ാം വാക്യത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. വല്ലാത്തൊരു വാക്ക, കഠിനമായൊരു വാക്ക. ഒരു സഭയെ വിളിക്കുകയാണ്, ഹൂസ്റ്റലിലെ ബുദ്ധിയില്ലാത്ത വിശ്വാസികൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ തന്നെ ചാടിച്ചു വിടുന്നു. അമേരിക്കയിലെ ബുദ്ധിയില്ലാത്ത വിശ്വാസത്തെ എനിക്ക് പറയാൻ പറ്റുമോ? പൗലോസ് മറ കൂടാതെ പറയുകയാണ്, ഒരു സഭയോടാ പറയുന്നത്. ആ ബുദ്ധിയില്ലാത്ത വിശ്വാസികളെ, ആമേ ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കേ നിങ്ങളെ ശുദ്ധനം ചെയ്ത് മയക്കിയതാർ. അർത്ഥം, ആമേ, നമുക്കൊരു അനുഗ്രഹമുണ്ട്, നമുക്കൊരു വിടുതലുണ്ട്, നമുക്ക് പരിഹാരമുണ്ട്, നമുക്ക് രോഗസൗഖ്യമുണ്ട്. ഇതൊന്നും വിശ്വസിക്കാതെ കൊച്ചു കൊച്ചു വിഷയങ്ങളിൽ ആശങ്കപ്പെട്ട്, ഒന്നുകൂടി ഓർപ്പിക്കാൻ, ചെറിയ ചെറിയ വിഷയങ്ങളിൽ ആശങ്കപ്പെട്ട് എനിക്കത് സംഭവിച്ചല്ലോ, ഞാൻ എങ്ങനെ ആയിത്തീർന്നല്ലോ, ഞാൻ ഒന്നുമില്ലാത്തവനാണല്ലോ, ആരെന്നെ കരുതും, ആരെന്നെ പരിപാലിക്കും, ആരെന്നെ സൂക്ഷിക്കും, ഇങ്ങനെയുള്ള ചിന്താകുലങ്ങൾ ഇട്ടുകൊണ്ട് പലപ്പോഴും സാത്താൻ നമ്മളോട് പോരാടി നിരാശയുടെ പടികുഴിയിലേക്ക് തള്ളിയിട്ട് ജീവിതങ്ങളെ തകർക്കുമ്പോൾ
അതിന് ആ ദൈവത്തിന്റെ ആത്മാ ചോദിക്കുകയാണ്, നീ കാണുന്നില്ലേ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചൊരു കർത്താവിനെ? എന്തിനാ കർത്താവ് ക്രൂശിൽ മരിച്ചത്? നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമായിരുന്നു യേശു വന്ന് സമ്മതിച്ചു ഞാൻ. എന്നാൽ അത് മാത്രമായിരുന്നില്ല ഉദ്ദേശം. അങ്ങനെ ആയിരുന്നെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചാൽ മതി, കർത്താവിന്റെ രക്തം നമുക്ക് ഊറ്റി തന്നാൽ മതി. എന്നാൽ അതല്ലല്ലോ. ഗതസമന തോട്ടം മുതല് കാൽവരുടെ ഗിരിമുകൾ വരെ കഷ്ടത അനുഭവിച്ചു, കഷ്ടതയിലൂടെ കടന്നു. എന്തിനാത്? മണിക്കൂറുകൾ മണിക്കൂറുകൾ മണിക്കൂർ യേശു ക്രിസ്തു തീയിലൂടെ കടന്നു പോകുകയാ. എന്തിനാണെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്ക് സമ്പൂർണമായ ഒരു സ്വാതന്ത്ര്യം നൽകാൻ. ആത്മാവില്, ശരീരത്തില്, മനസ്സില് ഞാൻ നിങ്ങൾ സ്വതന്ത്രരാകാൻ വേണ്ടി. സങ്കീർത്തനക്കാരൻ പ്രവചിച്ചല്ലോ, അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. തീർന്നില്ല, നിന്റെ സകല രോഗങ്ങളെയും നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വിടിവിക്കുന്നു. ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ ത്രിവിധ വ്യക്തിത്വത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യേശു ക്രൂശിൽ യാഗമായത്. അതാ ക്രൂശിൽ നിറവേറുന്നത്. ഇല്ലാത്ത കാലത്തോടെ യേശു അടിച്ചു തകർക്കപ്പെട്ടു. ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിയേ, 2 കള്ളന്മാരുണ്ട്. അവരുടെ ദേഹത്തൊരു പോറൽ പോലുമില്ല. കാരണം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെ ആരും ഉപദ്രവിക്കത്തില്ല. കാരണം അത്ര കഠിന വധശിക്ഷ. യേശുക്രിസ്തുവിന്റെ വിഷയത്തിൽ ഒന്നും ബാധകമായില്ല. യേശുക്രിസ്തുവിനെ അടിച്ചു തകർത്തു. എന്തിനാണെന്നറിയാമോ? നൂറ്റാണ്ടുകൾ പ്രവാചകൻ പ്രവചിച്ചൊരു പ്രവചനം കിടപ്പുണ്ട്. ആമേൻ. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ യേശുക്രിസ്തുവിന്മേലായി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പത്രോസേറ്റ് പറഞ്ഞു, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രാത്രിയിൽ ശരീരത്തോട്ടെന്ന് പറഞ്ഞേ, അവന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കൂടിയ കൈമാറുക. ആമേൻ. എന്റെ യേശു സൗഖ്യദായനായ ദൈവമാണ്. യേശു നിന്നെ സ്വർഗത്തിൽ കൊണ്ടോ മാത്രമല്ല ചെയ്തത്, നിന്റെ ശരീരത്തിന് രോഗം മാറ്റാൻ വേണ്ടി യേശു അടിച്ച് തകർക്കപ്പെട്ടു. അവന്റെ പോലെ ഉഴുതു. എന്തിനാണെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്ക് രോഗസൗഖ്യം തരാൻ. ഭാരമേറിയ മരക്കുരിശ് കർത്താവ് ചുമ്മി. എന്തിനാ? നിങ്ങളുടെ ഭാരം മാറ്റാൻ വേണ്ടി. അവന്റെ വസ്ത്രം ഉരിയപ്പെട്ടു. എന്തിന്? രജസ്സിന്റെ വസ്ത്രം നിനക്ക് മടക്കി തരാൻ വേണ്ടി. ക്രൂശിലെ മരണം ഒത്തിരി ദൈവിക മർമ്മങ്ങളുണ്ട്. ആമേ. രഹസ്യമാ, ഒരു ധനമാ, അതിന്റെ മഹിമ. ദൈവങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ഉൾക്കൊള്ളണമേ. മടങ്ങി വരട്ടെ. സ്തോത്രം. ബേസ് ഗോഡ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിന്റെ ജാതികൾക്ക് വരേണ്ടതിനാണ്. ആമേ. സ്തോത്രം. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. പിന്നെ എന്റെ അടുത്ത ചില വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ട് പെട്ടെന്ന് നിർത്താം. സമയം തീരാൻ പോകുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ സമയമുണ്ടോ? ആമേ. 16-ാം വാക്യം ഒന്ന് വായിക്കാൻ പാടില്ല. 16-ാം വാക്യം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. ആ സന്തതികൾക്ക് എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് എഴുതുമ്പോൾ നോക്കിയേ, നിങ്ങൾ നോക്കിയേ, അബ്രഹാമിന് സന്തതികൾക്കെന്നല്ല എഴുതിയത്, സന്തതിക്ക്, ഒറ്റയാൾക്ക്. അർത്ഥം ഒറ്റയാളിലൂടെയുള്ള അനുഗ്രഹം വരുന്നത്. നേരത്തെ പിടിച്ച അനുഗ്രഹം കൊടുക്കുകയല്ല. ഇതെല്ലാം പഴയ പോലെ വളരെ സൂക്ഷ്മമാ, ദൈവത്തിന്റെ രഹസ്യമാ, ദൈവത്തിന്റെ മർമ്മമാ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ മുന്നേ കണ്ടൊരു സ്വർഗം മുൻകൂട്ടി അരുളി ചെയ്തു. വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് ഒരു പ്രമാണമുള്ളത് കൊണ്ട് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി. സ്തോത്രം. ഇവിടെ അബ്രഹാമിന് സന്തതി എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തു മാത്രമാണ്. ഇനി എന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ആമേൻ. 26-27 വാക്യം, 26-27. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിർത്തിക്കാമേ. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. എന്നെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാക്കി ക്രിസ്തുവേശുവിലെ വിശ്വാസം തീർക്കുന്നു. പിന്നെ ക്രിസ്തുവിനോട് ചേരുവാനേറ്റ നാം എല്ലാവരും നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്നാനത്തിലൂടെ, വിശ്വാസത്തിലൂടെ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനോട് ചേർന്നു. ഇനി എന്റെ റിയാലിറ്റിയിലേക്ക് വരാൻ പോകുകയാണ്. അങ്ങനെ 14-ാം വാക്യത്തിൽ പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. കണ്ടോ? നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇന്ന് രാത്രി മനസ്സിലായാലും നമുക്ക് അനുഗ്രഹം വരുന്ന വഴി എങ്ങനെയാണെന്ന്.
അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് വരണം. ആരായി ജാതികൾ? ഞാനും നിങ്ങളുമാ. നമ്മളാരും യഹൂദന്മാരല്ല, നമ്മളാരും എബ്രായരല്ല. നമുക്ക് അനുഗ്രഹം തരുവാൻ വേണ്ടി ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു. അബ്രഹാമേ, നീ വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തു അബ്രഹാമിന്റെ തലമുറയിൽ ജനിക്കാനുള്ള കാരണം അതാ. യേശു ക്രിസ്തു അമേരിക്കയിൽ ജനിച്ചില്ല, യേശു ക്രിസ്തു ഇന്ത്യയിൽ ജനിച്ചില്ല. യേശു ക്രിസ്തു അബ്രഹാമിന്റെ തലമുറയിൽ ജനിച്ചതിന്റെ മർമ്മ പിടി കിട്ടിയോ? സ്തോത്രം. കാരണം അബ്രഹാമിന്റെ മകനായി തന്നെ യേശു ക്രിസ്തു ജനിച്ചിട്ട് ഞാനും നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ചേരുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിനോട് എനിക്കും നിങ്ങൾക്കും കിട്ടുന്നു. ഈ വാക്യം അങ്ങനല്ലേ? 9-ാം വാക്യം അങ്ങനല്ലേ വായിച്ചത്? അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടുന്നു. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹം നിന്നുപോയില്ല. ഇന്ന് രാത്രിയിലും അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ എനിക്ക് നിങ്ങൾ ലഭിക്കുന്നു. അബ്രഹാമിനെ ആദ്യം വിളിക്കുമ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹം ലഭിപ്പാൻ ആരോടും പ്രത്യേകത ചോദിക്കണ്ട. നീ രക്ഷിക്കപ്പെട്ടോ, നീ ദൈവത്തിന്റെ മകളായി തീർന്നോ, മകനായി തീർന്നോ, നിനക്ക് അനുഗ്രഹം ഉറപ്പാ. സ്തോത്രം. കാരണം ഇതൊരു പ്രോമിസ്, സ്വർഗത്തിന്റെ പ്രോമിസാ. ഒരിക്കലും വാക്കുമാറാത്ത, വാഗ്ദത്തം ഒരിക്കലും മാറ്റാത്ത സർവശക്തനായ ദൈവത്തിന്റെ പ്രോമിസാണ് ഇന്ന് രാത്രി ഞാൻ കൊണ്ട് പറയുന്നത്, കൈമാറുന്നത്. ഈ പ്രപഞ്ചം ആരംഭിച്ചപ്പോ തന്നെ എഴുതി വെച്ചൊരു കാര്യമാണ്, വിശ്വാസികൾ അനുഗ്രഹം പ്രാപിക്കുന്നു. അങ്ങനെ അബ്രഹാമിനെ ദൈവം ആദ്യം തിരഞ്ഞെടുത്ത് വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. അബ്രഹാമിനെ ദൈവം പറഞ്ഞു, അബ്രഹാമെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ തലമുറ അനുഗ്രഹിക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അത് നമുക്ക് കിട്ടത്തില്ല, കാരണം നമ്മൾ അബ്രഹാമിന്റെ മക്കളല്ലായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? അത് എനിക്ക് തരാൻ വേണ്ടി, നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്റെയും നിങ്ങളുടെ രക്ഷകനായിരിക്കുന്ന, എന്റെയും നിങ്ങളുടെയും ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന യേശു ക്രിസ്തു അബ്രഹാമിന്റെ തലമുറയിൽ ജനിച്ചപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലേക്ക് വന്നു. അന്ന് രാത്രിയിൽ ക്രിസ്തു യേശുവിലൂടെ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പ്രോഗ്രാം എത്ര ഭയങ്കരമാണ്, ദൈവത്തിന്റെ കാര്യവരോട് എത്രയോ ഭയങ്കരമാണ്, ദൈവത്തിന്റെ കരുതൽ എത്രയോ ഉന്നതമാണ്, എത്രയോ ശ്രേഷ്ഠമാണ്. ഞാൻ നിങ്ങൾ ആരാണെന്ന് ഇന്ന് രാത്രി ഒന്നോട് ഓർക്കണമേ. നാം ഇങ്ങനെ അടങ്ങിയിരിക്കേണ്ടവരല്ല, നാം ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കേണ്ടവരാ, ഉപയോഗിക്കപ്പെടേണ്ടവരാ. അത് ഈ ലോകത്തിന്റെ ഒരു തടസ്സവും നമുക്ക് ബാധകമല്ല, പ്രായം ഒരു തടസ്സമല്ല. പ്രിയ അച്ഛന്മാരെ, അമ്മമാരെ, കർത്താവിന് നിങ്ങൾ ആഗ്രഹം, നിങ്ങൾ ഉപയോഗിക്കപ്പെടണം. നിങ്ങൾ തയ്യാറാണോ? ദൈവം നിങ്ങളെ കരത്തിലെടുക്കും. നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെടും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും. നിങ്ങൾ നിമിത്തം തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഈ വാഗ്ദത്തം, അബ്രഹാമിന്റെ വാഗ്ദത്തം, നീ നിമിത്തം തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറകൾ നാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടണം. ഒരു അനുഗ്രഹ പാത്രമാക്കി നമ്മൾ വിളിച്ചിരിക്കുക. എന്തും ലഭിക്കുന്നില്ല. കൃപയാൽ കർത്താവിന് ഉപയോഗിക്കപ്പെടാൻ ഞങ്ങളെ ദൈവം സഹായിക്കും. ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ലാഭം അത് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ ബാലൻസ് എടുക്കുമ്പോൾ നമ്മുടെ സമ്പത്തോ, നമ്മുടെ ഡിഗ്രിയോ, നമ്മുടെ കഴിവോ, പ്രാപ്തിയോ ഒന്നും കൗണ്ട് ചെയ്യത്തില്ല. സ്വർഗം കൗണ്ട് ചെയ്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കർത്താവിന് വേണ്ടി നീ എന്ത് ചെയ്തു? സ്തോത്രം. കർത്താവിന് വേണ്ടി ആത്മാവിനെ നേടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അതിന്റെ പ്രതിഫലം വളരെ 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 സ്വർഗത്തില്. അവൻ പറയുന്നു, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്ത, പുഴുവിനും കുരുമ്പനും കെടുത്താത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കും. രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാം, കർത്താവിന് വേണ്ടി അധ്വാനിക്കാം, കർത്താവിന് വേണ്ടി വേല ചെയ്യാം, പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരാം, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ധാരാളമായ പ്രതിഫലം നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ 2 മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രതിഫലം പോലും സ്വർഗത്തിലെ അക്കൗണ്ടിൽ കൂടി. ഹലോ, ഈ രാജ്യത്ത് അനേകരുണ്ട്, ഒരാരും ഇതിൽ സംബന്ധിക്കാതെ പ്രാർത്ഥിക്കാതെ മാറിപ്പോവുക, അറിയാമിട്ടും മാറിപ്പോന്നവരുണ്ട്. ഒരിക്കൽ കയറി പിന്നെ കയറാൻ നടക്കുന്നവരുണ്ട്. അവർ വിചാരിക്കുന്ന എന്തൊരു വലിയ പണിയാണെന്ന് അതായിരിക്കും വെക്കുന്നത്. എന്നാൽ ഇത് പണിയല്ല, ഇത് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതാണ്. കർത്താവിന് കൊടുക്കുന്ന ഓരോ മിനിറ്റും എണ്ണി 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 സ്വർഗത്തിൽ പ്രതിഫലമാക്കി തരുന്നുണ്ട് ദൈവം. വ്യാപാരം വിളിക്കുന്ന സമയത്ത് പ്രതിഫലങ്ങൾ വീതിക്കുമ്പോൾ വാടാത്ത കിരീടങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുള്ള ഒരു സംശയം. എത്രമാത്രം കർത്താവ് പൗലോസ് പറഞ്ഞ മുമ്പനാവാൻ വേണ്ടി ഞാൻ വളരെ വളരെ ആവശ്യത്തോടെ ഓടുക.
നമുക്ക് എത്രമാത്രം ചെയ്യാൻ കഴിയും അത്രമാത്രം ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു സാക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, വചനത്തിലൂടെ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ മാനിച്ചു ഞാൻ പറയുമ്പോൾ അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ദൈവം ഭാഗ്യം നൽകി. ഇന്ന് തന്നെ തലമുറകള് ഭാരതത്തിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത ആദിവാസി മേഖലകളിൽ നമുക്കറിയാമോ, കാർ പോയിട്ട് 5-6 മണിക്കൂർ മണ്ണ് റോഡിലൂടെ, വഴിയില്ലാത്ത മണ്ണ് റോഡുകളിലൂടെ ട്രക്കിലും മോട്ടോർ എന്ന വാഹനത്തിലൂടെ കയറി ആ പൊടിയൊക്കെ അടിച്ച് ഗ്രാമങ്ങളിൽ ചെന്ന് ആ പൈസലോ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഉടക്കത്തില്ല. അത്രമാത്രം ദുർഘടമായ സാഹചര്യമാണ്. രാവിലെ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കി ഫുഡ് കൊണ്ടുപോയാൽ കഴിക്കാവുന്നല്ലാതെ 2 കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പോയി 3 കുഞ്ഞുങ്ങളുമായി അവിടെ ചെന്ന് കർത്താവിന് നേടുമ്പോൾ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിന്റെ ഭാഗമാകുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തരുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പൈസലോ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ഞങ്ങളെ വഹിക്കണം. നിങ്ങൾ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം നൽകിയ പ്രൈസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പാസ്റ്റർ ജോൺ ഐസക്, ഇപ്പൊ തന്നെ ഇന്ന് രാത്രി അധ്യക്ഷം വഹിക്കുന്ന ജോളി ജോസഫ് താഴമ്പള്ളം, അതുപോലെ തന്നെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ആമേന്റെ സാക്ഷ്യം നിങ്ങൾക്കൊരു പ്രചോദനമായി തീരട്ടെ. കർത്താവ് രാജ്യത്തിന് വേണ്ടി നിങ്ങളെല്ലാം ഉപയോഗിക്കപ്പെടണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ രാജാവേ, പരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ വിലപ്പെട്ട മക്കളാക്കി ഞങ്ങളെ തീർത്തതിനായി നന്ദി. ഞങ്ങളെ വിളിച്ചത് അനുഗ്രഹിക്കാനുള്ള കർത്താവ് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് മരണം വചനപ്രകാരം ഞങ്ങളെ വിശ്വാസത്താൽ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങോട്ട് ചേരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. മക്കളാക്കി ഞങ്ങളെ തീർത്തതിനായി നന്ദി പറഞ്ഞു. കർത്താവ് ഇന്ന് രാത്രി സമയം വേർതിരിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ അങ്ങോട്ട് അഭയാതിരി കഴിക്കുന്ന, നിങ്ങളുടെ സന്നിധിയിൽ സന്തോഷിക്കുന്ന, അങ്ങക്ക് വേണ്ടി പാടുന്ന നിങ്ങളുടെ വിശുദ്ധന്മാരെ അങ്ങ് കാണുന്നു, അങ്ങ് അറിയുന്നു. അങ്ങ് ഒരു പേർ ലഭിക്കുന്ന ദൈവമാണല്ലോ. ധാരാളമായ അനുഗ്രഹങ്ങൾ, നന്മകൾ ഒരു മേൽ, ഒരു കുടുംബത്തിന്മേൽ, ഒരു തലമുറയുടെ മേൽ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഏൽപ്പിച്ച കൃപയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവിടെ വിലപ്പെട്ട മക്കളെ, അഭിഷക്തന്മാരെ കർത്താവായ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കാം. ക്രിസ്തുവേശുള്ള സകല വാഗ്ദത്തത്താലും അവകാശത്താലും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ. മണവാട്ടി സഭയെ നിറയ്ക്കാന്ന് വാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗീയമായ ദൈവികമായ സകല നിറവിനാലും ഞങ്ങളുടെ ജനത്തെ നിറയ്ക്കണമേ കർത്താവ്. എല്ലാവർക്കും ഒരു കുറവുണ്ടാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരോ കുടുംബങ്ങളെ തലമുറകളെ ക്രിസ്തുവേശുവിൽ നിറവുള്ളവരായി ശോഭിക്കുവാൻ കർത്താവ് സഹായിക്കണം. അവർ വരുമെങ്കിൽ അവിടെ കാകളത്തെങ്കിൽ ഞങ്ങളിൽ ഒരുമിച്ച് കാണപ്പെടുവാൻ കർത്താവെ സഹായിക്കണമേ. അവരെ താമസിക്കുന്നുവെങ്കിൽ നാമത്തിനോട് അധ്വാനിപ്പാൻ വേണ്ടി ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകണമേ. ഫലം കായ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവേ, അങ്ങ് മുഖത്തോടെടുക്കണം. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.